അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാ. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഭാര്യയ്ക്ക് ഭർത്താവിനോടാണ് കൂടുതൽ കടമ പാലിക്കേണ്ടത്, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയോടാണോ? എല്ലാ ഭർത്താക്കന്മാരും ഈ ഒരു വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ഭാര്യമാരും വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. ഭാര്യമാർ ഭർത്താവിനോട് കാണിക്കേണ്ട കടമയേക്കാൾ കൂടുതൽ ഭർത്താവ് ഭാര്യയോടാണ് കടമകൾ പാലിക്കേണ്ടത്. ഭർത്താവ് ഭാര്യയോട് പാലിക്കേണ്ട കടമകൾ ഭർത്താവ് കറക്റ്റായിട്ട് പാലിച്ചാൽ ഭാര്യ ഭർത്താവിനോട് പാലിക്കേണ്ട കടമകൾ അവൾ ഓട്ടോമാറ്റിക്കായിട്ട് അവൾ പോലും അറിയാതെ പാലിച്ചോളും. ഇത് ഉറപ്പാണ്. ഓരോ ഭർത്താക്കന്മാരും ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ ഭാഗം ക്ലിയർ ആണോ എന്ന്. അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഭാര്യമാർ അവരുടെ ഭർത്താവ് നീ എൻ്റെ പൊരുത്തം കിട്ടിയില്ലെങ്കിൽ സ്വർഗത്തിൽ പോവില്ല എന്ന് പറയുന്ന ഭർത്താക്കന്മാരോട് നിങ്ങൾ തിരിച്ചു ചോദിച്ചു നോക്ക്, നിങ്ങൾ ചെയ്യാൻ ഉള്ള കടമകൾ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ അല്ലെങ്കിൽ പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു നോക്കുക. അപ്പോൾ അവർ ചിന്തിക്കും. ഭർത്താക്കന്മാരിൽ നിന്ന് ഭാര്യമാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സ്നേഹം, പരിഗണന. അവർ ഭാര്യമാരെ പരിഗണിക്കണം, അതുപോലെ സ്നേഹിക്കണം. സ്നേഹം മനസ്സിൽ വെച്ച് നടക്കാനുള്ളതല്ല, പ്രകടിപ്പിക്കണം. ഭാര്യമാർ അടുക്കള ജോലി ചെയ്യുമ്പോൾ അവർക്ക് വയ്യായ്മ ഉണ്ടെങ്കിൽ, അവർ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തു കൊടുക്കണം. അവർ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ പിന്നാലെ പോയിട്ട് അവരെ നിങ്ങൾ സമാധാനിപ്പിക്കണം. അവർ നിങ്ങൾ കാരണമാണ് ദേഷ്യപ്പെട്ടതെങ്കിൽ നിങ്ങൾ അവരോട് സോറി പറയണം. നിങ്ങൾ ഭാര്യയെ ബഹുമാനിക്കണം. ഇതൊക്കെ കേൾക്കുന്ന ഭർത്താക്കന്മാർക്ക് ഒരു പുച്ഛമായിരിക്കും. എന്തിനാണ് ഞാൻ അവളെ ബഹുമാനിക്കുന്നത്? അവൾ എൻ്റെ ഭാര്യയല്ലേ? ചില ഭർത്താക്കന്മാരുടെ ഒരു ചിന്തയാണ് ഭാര്യമാരെ വരച്ച വരയിൽ നിർത്തുന്ന ഭർത്താക്കന്മാരാണ് യഥാർത്ഥ ഭർത്താവ് എന്നത്. ആ ഭർത്താക്കന്മാരല്ല യഥാർത്ഥ ഭർത്താവ്. മുത്തുനബിയുടെ കഥകളൊക്കെ നിങ്ങൾ കേൾക്കാറില്ലേ? ഖദീജ ബീവിയും ആയിഷ ബീവിയും ഒക്കെ ഉള്ള കഥകൾ കേൾക്കാറില്ലേ? മുത്തുനബിയുടെ ജീവിതം എത്ര സുന്ദരമായിരുന്നു, എത്ര മനോഹരമായിരുന്നു. അതുപോലെയാണ് നമ്മുടെ ജീവിതവും ഉണ്ടാവേണ്ടത്. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. ഭർത്താവ് ഭാര്യയോട് സ്നേഹിക്കണം. ചില വീടുകളിലൊക്കെ ഇപ്പോൾ കാണുന്ന യുവാക്കളിൽ ഉണ്ടാവുന്ന ഒരു സ്വഭാവമാണ് പുറത്തു പോയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട കടമ നിങ്ങൾക്ക് ഉണ്ട്. എങ്കിലും നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളെയും കാത്ത് നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന ഭാര്യമാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഉമ്മറപ്പടിയിൽ നിന്ന് നിങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കും. നിങ്ങൾ കയറുമ്പോൾ തന്നെ പറയും, നീ വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചോ, ഞാൻ ഭക്ഷണം കഴിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോവും. അപ്പോൾ അവൾ അതുവരെ നിങ്ങളെ കാത്തു നിന്നിട്ട് ദുഃഖത്തോടെ അവൾ പോയിട്ട് ഭക്ഷണം കഴിച്ച് എല്ലാം എടുത്തു വെച്ച് റൂമിലേക്ക് വരും. നിങ്ങൾ എത്ര പാവമാണ് ചെയ്യുന്നത്? നിങ്ങളെ അതുവരെ കാത്ത ആ ഭാര്യയോട് കൂടെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്നേഹത്തോടു കൂടി അവളുടെ അരികത്ത് നിങ്ങൾ ഇരുന്നു കൊടുക്കണം. അല്ലെങ്കിൽ ഒരു പിടി അവൾ ഉണ്ടാക്കി വെച്ചതിൽ നിന്ന് നിങ്ങൾ കഴിക്കണം. നിങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം കിട്ടും. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ എല്ലാ വീട്ടിലും നടക്കുന്ന ഒരു കാര്യമാണിത്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് ബറക്കത്ത് അല്ലാഹു തരും. അതുപോലെ അവളെ സ്നേഹിക്കുക, അവളെ വിഷമിപ്പിക്കാതിരിക്കുക. ഇതൊക്കെ നിങ്ങളുടെ കടമയാണ്. വെറും തിന്നാൻ കൊടുത്താൽ മാത്രം പോരാ, സ്നേഹവും കൂടി പ്രകടിപ്പിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക.